എല്ലാവർക്കും നമസ്കാരം. ഓഗസ്റ്റ് 3, 2026 മുതൽ നമ്മുടെ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലൊരു വലിയ മാറ്റം വരികയാണ്. അതായത് നമ്മുടെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ ഇപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി F&O സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്സിനാണ് ഈ പറയുന്നത്. ലോങ് ടേമിലേക്കൊക്കെ അല്ലെങ്കിൽ നോർമൽ F&O ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ അല്ലാത്ത സ്റ്റോക്സുകൾക്കോ അല്ലെങ്കിൽ അവർക്കൊന്നും ഇത് ബാധിപ്പ് വരില്ല. അങ്ങനെ സ്റ്റോക്സിൻ്റെ പ്രശ്നം വരില്ല. ഒൺലി F&O സെഗ്മെൻറ്റിലുള്ള ഇക്വിറ്റി സ്റ്റോക്സ് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിനും അല്ലെങ്കിൽ ഇൻഡെക്സിനും മാത്രമാണ് ഈ ഒരു മേജർ ചേഞ്ച് വരാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്നുള്ളതാണ്. അതായത് അവസാനത്തെ 30 മിനിറ്റ് 3 മണി മുതൽ 3:30 വരെയുള്ള ടോട്ടൽ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഫോളോ ചെയ്തിരുന്നതിൽ നിന്നും പുതിയൊരു മാറ്റം വരാൻ പോവാണ്. അത് വന്നിട്ട് എന്തായിട്ട് മാറുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ 3 മണി മുതൽ 3:30 വരെയുള്ള ടോട്ടൽ ആവറേജ് ട്രേഡഡ് വോളിയം ബേസ്ഡുള്ള ഒരു പ്രൈസിങ്ങിന് പകരം 3 മുതൽ 3:15 വരെ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എടുക്കുന്നു. അതിനുശേഷം 3:15 മുതൽ 3:35 വരെയുള്ള ബൈ ആൻഡ് സെൽ ഓർഡേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്നും ഒരു സിംഗിൾ ഇക്വിലിബ്രിയം പ്രൈസിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സോ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. കുറച്ചും കൂടി ബെറ്റർ നമ്മുടെ മാർക്കറ്റ് റെഗുലേറ്റർ ആയിട്ടുള്ള സെബി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ കുറച്ചും കൂടി ബെറ്റർ ഫീച്ചറായിട്ട് തന്നെയാണ് വരുന്നത്. എസ്പെഷ്യലി ഫോർ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ്, എസ്പെഷ്യലി ഇൻട്രാഡേ ആൻഡ് F&O സെഗ്മെൻറ്റ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെയധികം കെയർഫുള്ളായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണണം, കണ്ട് മനസ്സിലാക്കുകയും വേണം. ഓക്കെ, നമ്മുടെ സമയത്തിനും ചില ക്രമങ്ങൾ മാറ്റം വരുന്നുണ്ട്. ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിന് ക്ലോസിംഗ് പ്രൈസ് ടൈം എന്ന് പറയുന്നത് 3:40 വരെയാണ്. 3:30 പകരം 3:40 വരെ പോകും. പക്ഷേ ഈ സമയത്തിലൊക്കെ എവിടെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക, ഏത് രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും, എന്താണ് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നതിലുള്ള വേരിയേഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ബ്ലോഗ് തന്നെയുണ്ട്. നിങ്ങൾക്കും അത് വായിക്കേണ്ടതുണ്ട്. ഞാനതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പാകത്തിന് സ്ക്രീനിൽ കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസും കൂടി പറഞ്ഞു തരാം. ഓക്കെ, സോ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ട് സൂം ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ധന്നിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു വ്ളോഗ് തന്നെയാണ് ഞാനിത് വായിക്കുന്നത്. ഒരു ബ്ലോഗാണ്. നോക്കൂ, ഓഗസ്റ്റ് 3 മുതൽ ഇനി വരുന്ന ഹാർഡ്ലി 1 വീക്കേ ഉള്ളൂ. 1 വീക്കിനുള്ളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഫണ്ടമെൻ്റൽ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ്, ട്രേഡേഴ്സ് നീഡ് ടു ബി നോൺ. എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ്, F&Oയുടെ ക്ലോസിംഗ് പ്രൈസ് വിൽ നോ ലോങ്ങർ ബി ദ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് അറ്റ്ലീസ്റ്റ് പ്രൈസ് ഓഫ് ദ ലാസ്റ്റ് 30 മിനിറ്റ്സ് ഓഫ് ട്രേഡ്സ്. കഴിഞ്ഞു പോയ 30 മിനിറ്റ്, അതായത് എല്ലാ ദിവസവും 3 മണി മുതൽ 3:30 മണി വരെയുള്ള വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസിന് പകരം പുതിയ സ്കീം വരികയാണ്. എന്താണത്? ഇറ്റ് വിൽ ബി ഡിസ്കവേർഡ് ത്രൂ എ ഡെഡിക്കേറ്റഡ് ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ ആയിട്ടാണ്. അതായത് അതിൻ്റെ പേര് തന്നെ വരികയാണ് CAS, ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വരുന്നുണ്ട്? അവിടെ എന്തോ ഒരു 3:15 വരെയുള്ള ട്രേഡിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇൻ എ സെപ്പറേറ്റ് സെഷൻ ഇൻ ബിറ്റ്വീൻ 3:15 to 3:35, 3:35 വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ആ ഒരു 3:15 ശേഷം സംഭവിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൽ, അതായത് ഇക്വിറ്റി സ്റ്റോക്ക് ഓപ്ഷൻസിലോ ഇക്വിറ്റി ഫ്യൂച്ചേഴ്സിലൊക്കെ നടക്കുന്ന ട്രേഡ് ഓർഡേഴ്സ്, മാർക്കറ്റ് ഓർഡർ ആയിക്കോട്ടെ, ലിമിറ്റ് ഓർഡർ ആയിക്കോട്ടെ, അതിനെ എല്ലാറ്റിനെയും ടോട്ടലി കളക്ട് ചെയ്തിട്ട് ടോട്ടൽ ബൈ ഓർഡറിനും ടോട്ടൽ സെൽ ഓർഡറിനെയും സെപ്പറേറ്റ് ആയിട്ട് നിലനിർത്തിയിട്ട് അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഏറ്റവും ഹയ്യസ്റ്റ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ഓൺ എ പർട്ടിക്കുലർ പ്രൈസ്, ഏത് പ്രൈസിലാണോ ഹയ്യസ്റ്റ് ഓർഡർ, ബൈ ഓർഡറോ സെൽ ഓർഡറോ ഏത് ലെവലിലാണോ വന്ന് നിൽക്കുന്നത്, ആ പോയിന്റിനെ എന്തായിട്ട് കണക്കാക്കുന്നു? സിംഗിൾ ഇക്വിലിബ്രിയം പ്രൈസ്. നോക്കൂ, ഇതുവരെ തുടർന്നുകൊണ്ടിരുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഏതൊക്കെയായിരുന്നു മെയിനായിട്ട് നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഡെറിവേറ്റീവ്സിൻ്റെ സെറ്റിൽമെൻറ്റ് പ്രൈസിന് നമ്മൾ ഉപയോഗിച്ചിരുന്നു, ദെൻ ഇൻഡെക്സ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു, ദെൻ മ്യൂച്വൽ ഫണ്ട് NAV ക്ലോസ്, അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ്സ് ഒക്കെ ഒരു ദിവസത്തെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ വില നിശ്ചയിച്ചിരുന്നത് അവസാനത്തെ ഈ പറയുന്ന 30 മിനിറ്റ്സിൻ്റെ ടോട്ടൽ ആവറേജ്
വോള്യം ബേസ്ഡുള്ള വെയ്റ്റഡ് ആവറേജ് പ്രൈസിലായിരുന്നു. പക്ഷേ ഇവിടെ അത് മാറിയിട്ട് ഇവിടെ എന്തായിട്ട് മാറാൻ പോവാണ്, ഇവിടെ വോള്യത്തേക്കാൾ ഉപരി ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരുടെ ഒരു ഹ്യൂജ് ട്രേഡിൻ്റെ എക്സിക്യൂഷൻ വന്നാലും വോള്യം ഇൻക്രീസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ടോട്ടൽ ബൈയും ടോട്ടൽ സെല്ലും എടുത്തിട്ട് അതിൽ നിന്നും ഉള്ള ഒരു ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള മാക്സിമം സെൽ വാല്യൂ എത്രയാണ്, മാക്സിമം ബൈ വാല്യൂ എത്രയാണ്, അതിനെ ബേസിസിലായിട്ടുള്ള ഒരു പ്രൈസിങ് മെത്തേഡിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് CAS ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ എന്നുള്ള പേരിൽ പുതിയ രീതിയിൽ മാറാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഹൗ ദ ന്യൂ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ ഗോയിങ് ടു വർക്ക്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ടൈമിംഗ് വെച്ച് നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങളിതൊക്കെ വായിക്കാനുള്ള ടൈം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത് ഇത് നിങ്ങളൊന്ന് വായിച്ച് നോക്കൂ. 3:15 മുതൽ 3:20 വരെയുള്ള 5 മിനിറ്റ്, അതായത് 3 മുതൽ 3:15 വരെയുള്ള പീരിയഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, റെഫറൻസ് പ്രൈസായിട്ട് എടുക്കുന്നു. 3 മണി മുതൽ 3:15 വരെയുള്ള ഇനി വരാൻ പോകുന്ന ഓഗസ്റ്റ് 3-ന് ശേഷം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ 3 മണി മുതൽ 3:15 വരെയുള്ള ടോട്ടൽ ട്രേഡ്സ് അത് അതേ പഴയ മാതിരി തന്നെ വോള്യം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് വെച്ചിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്ലോസിംഗ് പ്രൈസിൻ്റെ റെഫറൻസ് പ്രൈസായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ റെഫറൻസ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട് അടുത്ത 3:15 മുതൽ 3:20 വരെ എന്താ സംഭവിക്കുന്നത്, കണ്ടിന്യൂസ് ട്രേഡിംഗ് സെഷൻ, അതായത് CTS, നമ്മൾ ഏതാണ് ഫോർ CAS എലിജിബിൾ സ്റ്റോക്സ്, അതാണ് ഈ 3 മണി മുതൽ 3:15 വരെയുള്ള ടൈം പീരിയഡ് എന്ന് പറയുന്നത് റെഗുലർ കണ്ടിന്യൂസ് ട്രേഡിംഗ് സെഷനായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നും അതിൻ്റെ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് എടുത്തിട്ട് അതിനെ എന്തായിട്ട് മാറ്റുന്നു, ഇവിടെ റെഫറൻസിന് വേണ്ടിയിട്ട് എടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള റെഫറൻസാണ്, വരാൻ പോകുന്ന 20 മിനിറ്റത്തെ ട്രേഡിൻ്റെ CAS ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ്റെ റെഫറൻസ്. നമുക്കിപ്പോൾ ക്ലോസിംഗ് പ്രൈസ് കണ്ടെത്തണം, അത് മുന്നേ ഉള്ള 15 മിനിറ്റിലെ റെഫറൻസ് പ്രൈസിൻ്റെ ബേസിസിൽ അടുത്ത് വരാൻ പോകുന്ന ±3% അപ്സൈഡ് ഓർ ഡൗൺ സൈഡ്, അതിനുള്ളിലുള്ള പ്രൈസിലുള്ള വേരിയേഷൻസ് മാത്രമേ ഇതിനകത്ത് റെഫറൻസ് ആയിട്ട് കൊണ്ടുവരത്തുള്ളൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അതായത് 100 രൂപ നമ്മുടെ 3:15 സമയത്തിൻ്റെ ടോട്ടൽ ആവറേജ് പ്രൈസ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ള ടോട്ടൽ വോള്യം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് 100 രൂപയാണെങ്കിൽ അതിൻ്റെ മുകളിൽ 103 അല്ലെങ്കിൽ 97-നകത്തുള്ള പ്രൈസിൻ്റെ ഡിഫറൻസ് മാത്രമേ ഇനി എന്തിലേക്ക് എടുക്കത്തുള്ളൂ, ഇതിനെ 100-നെ റെഫറൻസ് ആയിട്ടും ഇതിനെ എന്തായിട്ട് അതിൻ്റെ ക്ലോസിംഗ് ഓപ്ഷൻ പ്രൈസിൻ്റെ റെഫറൻസ് ആയിട്ടും നമ്മൾ ഇനി വരാൻ പോകുന്ന പ്രൈസിലേക്ക് മാറ്റത്തുള്ളൂ. ഞാൻ നിങ്ങൾ വായിച്ച് നോക്കും മനസ്സിലാക്കും, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് തന്നെ മനസ്സിലാക്കി തരാം. എക്സ്ചേഞ്ച് റിവൈസസ് ദ പ്രൈസ് ബാൻഡ് ടു ബി പ്ലസ് or -3% based on reference price. ഇവിടെ റെഫറൻസ് ഏതാണ്, 3 to 3:15 വരെയുള്ളത്. Then and carries eligible pending orders into CAS. ആ 3:15 വരെയുള്ള ഏതെങ്കിലും ഓർഡേഴ്സ് നിങ്ങൾ എക്സിക്യൂഷൻ നടത്തി പക്ഷേ അത് ട്രിഗർ ആവാണ്ട് കിടക്കുകയാണെങ്കിൽ അതിനെയും ക്യാരി ഫോർവേഡ് കൊണ്ടുവരും. ഏതിലേക്ക് കൊണ്ടുവരും, ഈ 3:15 to 3:35 വരെയുള്ള സെഷനിലേക്ക് കൊണ്ടുവരും. പ്രൊവൈഡഡ് നോ ന്യൂ ഓർഡേഴ്സ് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ദിസ് വിൻഡോ. പുതിയ ഓർഡേഴ്സ് ഒന്നും നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ നമുക്ക് ട്രിഗർ ചെയ്യാൻ കഴിയില്ല. എപ്പോൾ മുതലാണ്, 3:15 to 3:20. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് നോക്ക്, 3:20 to 3:25 3:20 മുതൽ 3:25 വരെ എന്താ സംഭവിക്കാൻ പോകുന്നത്, യു ക്യാൻ പ്ലേസ്, മോഡിഫൈ ആൻഡ് ക്യാൻസൽ ബോത്ത് ലിമിറ്റ് ആൻഡ് മാർക്കറ്റ് ഓർഡർ. അവിടെ നിങ്ങൾ ഓൾറെഡി 3:15 മുന്നേ നിങ്ങൾ ഏതെങ്കിലും ഓർഡർ, മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിരുന്നിട്ടുണ്ടോ, ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിരുത്തിട്ടുണ്ടോ, ഏതെങ്കിലും ഓർഡേഴ്സ് നിങ്ങൾ ട്രിഗർ ആകാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പുതുതായിട്ടൊരു ഓർഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ടൈമിംഗ് എത്രയാണ്, 3:20 മുതൽ 3:25 ആ സമയത്ത് നിങ്ങൾക്കത് ചെയ്യാം. അടുത്ത 3:25 3:30 ഇടയിൽ എന്താ സംഭവിക്കുന്നത്, ഓൺലി ലിമിറ്റ് ഓർഡേഴ്സ് ക്യാൻ ബി എൻറ്റേർഡ്, മോഡിഫൈഡ് ഓർ ക്യാൻസൽഡ്. അതായത് പിന്നീട് നിങ്ങൾക്ക് മാർക്കറ്റ് ഓർഡർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്യൂച്ചേഴ്സോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻസോ മാർക്കറ്റ് ഓർഡറിൽ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പകരം നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം.
അതല്ല എന്നുണ്ടെങ്കിൽ ഏർലിയർ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്ന ഏതെങ്കിലും ഓർഡർ നിങ്ങൾ നിലനിർത്തിയിരിക്കുന്ന അത് ക്യാൻസൽഡ് ആകാതെ പോയ ഏതെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ അതിനെ വീണ്ടും നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നിങ്ങൾക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്തുകയോ ചെയ്യാൻ സാധിക്കും. മാർക്കറ്റ് ഓർഡേഴ്സ് ക്യാൻ നോ ലോങ്ങർ ബി മോഡിഫൈഡ് ഓർ ക്യാൻസൽഡ്. ആ സമയത്ത് ഓൾറെഡി നിങ്ങളൊരു മാർക്കറ്റ് ഓർഡർ അതിന് മുന്നേ നിങ്ങൾ ഫോളോ ചെയ്ത് വന്നിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അടുത്തത് ലിമിറ്റ് ഓർഡേഴ്സ് വിൽ ബി കൺവേർട്ടഡ് ടു മാർക്കറ്റ് ഓർഡേഴ്സ്. അതാണ് അടുത്ത പോയിന്റ്. നമ്മൾ ഏതൊക്കെ ഓർഡേഴ്സ് നമുക്ക് ഓൾറെഡി നമ്മൾ ലിമിറ്റ് ഓർഡറാക്കി ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും എന്തായിട്ട് മാറത്തില്ല. അതൊക്കെ ലിമിറ്റഡിൽ നിന്നും ഏതിലേക്ക് മാറും? മാർക്കറ്റ് ഓർഡറിലേക്ക് മാറും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രൈസ് പോയിന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ലിമിറ്റ് ഓർഡേഴ്സ് എല്ലാം കൺവേർട്ടഡ് ഇന്നും മാർക്കറ്റ് ഓർഡറായിട്ട് മാറും. നമ്മളൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യണം എന്നല്ല ഈ പറയുന്നത്. ഇങ്ങനത്തെ പ്രോസസ്സ് അവിടെ നടക്കും. അത് കഴിഞ്ഞിട്ട് എന്താ, ദ സെഷൻ ക്ലോസസ് റാൻഡംലി അറ്റ് സം പോയിന്റ് ബിറ്റ്വീൻ 328 to 330. ഒരു റാൻഡം പ്രൈസിങ്ങിൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. റാൻഡം പ്രൈസിങ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസസിലായിരിക്കത്തില്ല ക്ലോസ് ചെയ്യുന്നത്. റാൻഡം ആയിട്ടുള്ള ഒരു നിങ്ങൾ ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചാലും അത് ആ പോയിന്റിൽ ട്രിഗർ ആകണമെന്നില്ല. അത് കൺവേർട്ടായി മാർക്കറ്റ് ഓർഡർ ആ സമയത്തുള്ള ഈ പറയുന്ന എന്താ പറയുക ടോട്ടൽ ബൈ ടോട്ടൽ സെല്ലും കൂടെ ഒരു പൂൾ ഇൻട്രസ്റ്റ് ടോട്ടൽ അതിനെ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ വരുന്ന പ്രൈസുമായിട്ട് പ്ലസ് അതിനെ റെഫറൻസ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു പ്രൈസിൽ വന്ന് അവസാനിക്കും. സോ ആ പ്രൈസായിരിക്കും നിങ്ങൾക്കും ലഭിക്കുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്താണ് 330 to 35 എന്താ സംഭവിക്കുന്നത്? ഓർഡർ മാച്ചിങ് ആൻഡ് ട്രേഡ് കൺഫർമേഷൻ. അതെന്താണ്? ഓൾ ഓർഡേഴ്സ് മാച്ച് അറ്റ് എ സിംഗിൾ ഇക്വിലിബ്രിയം പ്രൈസ്. ഞാൻ പറഞ്ഞു ഇക്വിലിബ്രിയം എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഒരു ബാലൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലേ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരു ദിവസം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞു തരാം. പല ട്രേഡേഴ്സിനും നമ്മളിപ്പോൾ ഒരു ദിവസം 4% 5% ഹൈ മൂവ് കൊടുക്കുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് വെച്ചോളൂ. ഈവനിങ് വരെയും അത് എസ്പെഷ്യലി 230 മേളിൽ ആ സ്റ്റോക്ക് നല്ല ഹൈ ആയിട്ട് കയറി വരികയാണെന്ന് വെച്ചോളൂ. 330 വരെയും ആ ഒരു റേഞ്ച് പിടിച്ച് തന്നെ നിൽക്കുന്ന സ്റ്റോക്കാണെങ്കിൽ ഓൺ അപ്പ് സൈഡ് ഓർ ഓൺ ഡൗൺ സൈഡ് രണ്ട് സൈഡിലും നല്ല ടോപ്പിൽ നിൽക്കുകയാണ്. അതും എസ്പെഷ്യലി 3 മണി മുതൽ 3:30 വരെയുള്ള ട്രേഡിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മൊമെൻറ്റം ഏത് ഡയറക്ഷനിലേക്കാണോ കൊടുത്തിരിക്കുന്നത് പിറ്റേ ദിവസത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നല്ല ഒരു ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ്പ് ഡൗണിലേക്കോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് മാനിപ്പുലേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇത്തരം പ്രോബ്ലംസിനെയൊക്കെ ഒഴിവാക്കാനും ഒരു ഫെയർ പ്രൈസ് മാർക്കറ്റിൽ നിലനിർത്താനും വേണ്ടിയിട്ടാണ് ഇത്രയും കാലമായിട്ട് തുടർന്നുകൊണ്ടിരുന്ന അരമണിക്കൂറത്തെ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസിനെയാണ് ക്ലോസിംഗ് പ്രൈസായിട്ട് നിലനിർത്തിയിരുന്നതും അതിൻ്റെ മാറ്റം വരുത്തിയിട്ട് ഒരു എന്താ പറയുക ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ് ബേസ്ഡ് ഓൺ അവസാന നിമിഷത്തെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് ഇൻ ദ സെൻസ് ഡെറിവേറ്റീവ്സിലുള്ള സ്റ്റോക്സിനെ പറ്റിയാണ് പറയുന്നത്. ഡെറിവേറ്റീവ്സിൽ ഇല്ലാത്ത സ്റ്റോക്സ് ഇതിന് യാതൊരു ബാധകമില്ല. അത് 330 വരെ തന്നെയാണ് ആസ് യൂഷ്വൽ. പഴയ പോലെ തന്നെ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് തന്നെയാണ് അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് ഒൺലി ഫോർ ഇക്വിറ്റി ഡെറിവേറ്റീവ്സും ഇൻഡെക്സിലുമുള്ള മാത്രം ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൽ തന്നെ ലോങ് ടേമിലേക്കൊക്കെ ഇത്തരം സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നവർക്കും യാതൊരു പ്രശ്നം വരാൻ പോകുന്നില്ല. ചെറിയ നിങ്ങൾ ആസ് യൂഷ്വൽ എപ്പോഴും കാണുന്ന പോലെ തന്നെ ഇതിനകത്ത് വരാൻ പോകുന്നത്. അതും നിങ്ങൾ ബോദർ ചെയ്യേണ്ട. ഓർഡർ മാച്ച്. അടുത്ത ട്രാൻസിഷൻ. ദ സിസ്റ്റം മൂവ്സ് ഫ്രം CAS ടു ദി പോസ്റ്റ് ക്ലോസിംഗ് സെഷൻ. എപ്പോഴാണ് 3:35 3:50 ഇടയ്ക്ക് ആസ് യൂഷ്വൽ നമുക്ക് 4 മണിക്കുള്ളിലാണ് പോസ്റ്റ് ക്ലോസിംഗ് സെഷൻ നടക്കുന്നത്. അത് ആസ് പെർ ഇത് CASൽ നിന്ന്, അതായത് ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിൽ നിന്നും ആസ് യൂഷ്വൽ അത് ക്ലോസിംഗ് സെഷനിലേക്ക് പ്രീ ക്ലോസിംഗ് സെഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ വലുതായിട്ട് ബോധപ്പെടേണ്ട കാര്യമില്ല. പിന്നെ പോസ്റ്റ് ക്ലോസിംഗ് സെഷൻ 3:50 to 4 PM. അത് ആസ് യൂഷ്വൽ ഇപ്പോഴും നടക്കുന്ന പോലെ തന്നെയാണ്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അണ്ടർസ്റ്റാൻഡ് ഈച്ച് ടൈം വിൻഡോസ് വൺ ബൈ വൺ. 3 മുതൽ 3:15 വരെ എന്ത് നടക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് തരാം. ദിസ് ഈസ് എ റെഗുലർ ട്രേഡിംഗ് വിൻഡോ വിച്ച് we call the continuous trading session, CTS, continuous trading session. Regular is the volume weighted average price of all trades executed in these 15 minutes become the reference price for the auction. ഞാൻ പറഞ്ഞില്ലേ 3 മണി മുതൽ 3:15 വരെയുള്ള ടോട്ടൽ ട്രേഡ്, അതായത് റെഗുലർ ട്രേഡിംഗ് സെഷനിലുള്ള അതിൻ്റെ
വോള്യം വെയിറ്റ് VWAP വോള്യം വെയ്റ്റഡ് ആവറേജ് പ്രൈസിങ്ങിനെ എടുത്തിട്ട് അതിലൊരു പ്രൈസ് കിട്ടും. ആ പോയിന്റിന് എന്തായിട്ട് കാണുന്നു? റെഫറൻസ് പോയിന്റ് ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ റെഫറൻസ് പ്രൈസ് ആയിട്ട് വെക്കുന്നു. ദെൻ 315 to 320 ഓൾ എലിജിബിൾ സ്റ്റോക്സ് ട്രാൻസിഷൻ ഫ്രം CTS, അതായത് കണ്ടിന്യൂസ് ട്രേഡിംഗ് സെഷനിൽ നിന്നും CASലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റോക്സ്. നോർമൽ ട്രേഡിംഗ് ഈസ് നോട്ട് അലൗഡ് ഡൗൺ. ഈ സമയത്ത് അത് ആ ഒരു 5 മിനിറ്റ് പോയിന്റിൽ, എത്ര 3:15 3:20 ഇടയ്ക്കുള്ള 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് എന്തുണ്ടാവില്ല? ഒരു ട്രേഡും അലൗ ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഓക്കെ, ഓൾ ഓർഡേഴ്സ് ഔട്ട്സൈഡ് ദ റേഞ്ച് ഓഫ് ±3% ഓഫ് ദ റെഫറൻസ് പ്രൈസ്. ഇപ്പോൾ റെഫറൻസിൽ കിട്ടിയ പ്രൈസ് 3-നും 3.25 ഇടയിൽ കിട്ടിയ റെഫറൻസ് പ്രൈസ് 100 രൂപയാണെങ്കിൽ അതിന് 103 രൂപയോ 97 രൂപയ്ക്കോ പുറത്തേക്കുള്ള പ്രൈസിനെ ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. ഏത് കൺസിഡർ ചെയ്ത? നിങ്ങൾ ഇപ്പോൾ 100 രൂപയ്ക്ക് ഒരു പർട്ടിക്കുലർ ഫ്യൂച്ചർ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്റ്റോക്ക് ഓപ്ഷൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ വില 100 രൂപയായിരുന്നു. ഏതാ? റെഫറൻസ് പ്രൈസ് 100 രൂപയായിരുന്നു. 3-നും 3.25 ഇടയ്ക്ക് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആവറേജ് പ്രൈസ് 100 രൂപയായിരുന്നുവെങ്കിൽ നിങ്ങൾ അതിന് മുന്നേ തന്നെ നിങ്ങളൊരു 105 രൂപയ്ക്ക് അതിൻ്റെ ഒരു ബൈ ഓർഡർ ഇട്ടിരുന്നുവെങ്കിൽ ആ ഓർഡർ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി പോകും. അല്ലെങ്കിൽ ഒരു നിങ്ങൾ 105 ബൈ അല്ലല്ലോ, 105 നിങ്ങളുടെ പ്രൈസ് 100 ആ സമയത്ത് 100 നിങ്ങൾ ഓൾറെഡി അത് ഹോൾഡ് ചെയ്തിരുന്നു. നിങ്ങളത് 105 വിൽക്കാനിട്ടിരുന്നുവെങ്കിൽ ആ ഒരു ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസലാകും. ഇനി അതേ പ്രൈസ് നിങ്ങൾ 97 വാങ്ങാനോ അല്ലെങ്കിൽ 97 മുകളിൽ 96 രൂപയ്ക്കോ 95 രൂപയ്ക്കോ കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ വേണ്ടി നിങ്ങളൊരു ബൈ ഓർഡർ ഇട്ടിരുന്നെങ്കിലോ അതും ക്യാൻസലായി പോകും. ±3%. എത്രയാണോ പ്രൈസ് അതിൻ്റെ 3% മൈനസിലോ പ്ലസിലോ ഉള്ളിലുള്ള ഓർഡേഴ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ 3:15 ശേഷമുള്ള ബാക്കിയുള്ള ടൈമിംഗ്. അതാണ് ഇതിൻ്റെ കീ പോയിന്റ്. അടുത്തെന്താണ്? 3:20 മുതൽ 3:25 വരെയുള്ള പീരീഡിൽ എന്തൊക്കെ ചെയ്യാം? നമുക്ക് ലിമിറ്റ് ഓൾറെഡി നമ്മൾ ഈ 3% ഉള്ളിലുള്ള ലിമിറ്റ് ഓർഡേഴ്സ് എന്തെങ്കിലും നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം, എഡിറ്റ് ചെയ്യാം. അല്ലാണ്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഓർഡറിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം, ഇൻക്ലൂഡിങ് മാർക്കറ്റ് ഓർഡർ ഓൾസോ. ആ സമയത്ത് നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ദിസ് ഈസ് ഓൺലി എ ബിഡിങ് പ്രോസസ്. മാച്ചിങ് അത് ഒരിക്കലും മറ്റേ റെഫറൻസ് 3.4 വരെയുള്ള ട്രേഡുമായിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യിപ്പിക്കത്തില്ല. ഇത് CASനകത്ത് കിടക്കും. എവിടെയാണ്? ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിലകത്ത് സെപ്പറേറ്റ് കൺസിഡറേഷനായിട്ടായിരിക്കും ഇത് കിടക്കുക. അതിനകത്ത് വരുന്ന നിങ്ങളെപ്പോലെ മറ്റെല്ലാ ട്രേഡേഴ്സിൻ്റെയും ടോട്ടൽ ബൈയും സെൽ ഇൻട്രസ്റ്റുകളാണ്. ട്രേഡ്സ്, താല്പര്യങ്ങളെ, നമ്മളുടെ ഓർഡേഴ്സിനെ, അതിനെ രണ്ടിനെയും കളക്ട് ചെയ്ത് വച്ചിട്ട് അതിൽ നിന്നും എന്താ സംഭവിക്കുന്നത്? ഫ്രം ദിസ് ടൈം ഓൺവേർഡ്സ് യു വിൽ ഗെറ്റ് ആൻ ഇൻഡിക്കേറ്റീവ് ഇക്വിലിബ്രിയം പ്രൈസ്. ദി CMP അല്ലെങ്കിൽ LTPUC വിൽ ബി ദ ഇൻഡിക്കേറ്റീവ് ഇക്വിലിബ്രിയം പ്രൈസ്. IEP എന്ന് പറയും, ഇൻഡിക്കേറ്റീവ് ഇക്വിലിബ്രിയം പ്രൈസ്. അതാണ് നമ്മളുടെ ഫൈനൽ ക്ലോസിംഗ് പ്രൈസായിട്ട് മാറാൻ സാധ്യതയുള്ളത്. ഇനി 3:25 3:30 എന്താ സംഭവിക്കുക? ഓർഡർ എൻട്രി കണ്ടിന്യൂസ്. അപ്പോഴും നമുക്ക് ഓർഡേഴ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ ഏത് ഓർഡർ കണ്ടിന്യൂ ചെയ്യാൻ? ലിമിറ്റ് ഓർഡർ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓൺലി മാർക്കറ്റ് ഓർഡർ. ഈവൻ നിങ്ങളൊരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും അത് എന്തായിട്ട് കൺവേർട്ട് ആകും? അത് മാർക്കറ്റ് ഓർഡറായിട്ട് കൺവേർട്ട് ആകും. മാർക്കറ്റ് ഓർഡേഴ്സ് ആർ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ഓർഡേഴ്സ് ക്യാൻ നെയ്തർ ബി മോഡിഫൈ. പിന്നെ ഓൾറെഡി മാർക്കറ്റ് ഓർഡറായിട്ട് ഇട്ടിരുന്നതിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാനും പറ്റില്ല, എഡിറ്റ് ചെയ്യാനും പറ്റത്തില്ല. അത് ആസ് യൂഷ്വൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ കൊടുക്കുന്നത് നാച്ചുറലി ഏതിലേക്ക് പോകും? അത് ഈ പറയുന്ന ഇൻഡിക്കേറ്റീവ് ഇക്വിലിബ്രിയം പ്രൈസ് ഏതാണോ ആ പ്രൈസ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് ഓർഡറായിട്ട് കൺവേർട്ട് ആയിട്ട് മാറുക. അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് എന്താ സംഭവിക്കുക? 3:30 മുതൽ 3:35
നോ മോർ ഓർഡേഴ്സ് ക്യാൻ ബി പ്ലേസ്ഡ് നൗ. 3:30 ശേഷം പിന്നെ ഒരു ഓർഡറും പ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓൾ ഓർഡേഴ്സ് സ്റ്റാർട്ട് മാച്ചിങ് അറ്റ് ദി ഇക്വിലിബ്രിയം പ്രൈസ്. പ്രീവിയസ്ലി ഈ കളക്ട് ചെയ്യപ്പെട്ട 3:15 ഈ 3:30 ഇടയിൽ ആ 5 മിനിറ്റ് പോയിട്ടുള്ള ബാക്കിയുള്ള സമയത്ത് നമുക്ക് ട്രിഗർ ആകപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിന് എഗൻസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഓർഡേഴ്സ് വന്നുവോ ഇല്ല അതിനെ മാത്രം മാച്ച് ചെയ്തിട്ടുള്ള ഒരു ബാലൻസിങ് പ്രോസസ്സ് നടത്തിയിട്ട് അതിൽ നിന്നും എന്ത് സംഭവിക്കുന്നു, ഇത് ക്ലോസിംഗ് ഓപ്ഷൻ പ്രൈസ് കണ്ടെത്തുന്നു. അത് ഏതുമായിട്ട് മാച്ച് ചെയ്യുന്നു, റെഫറൻസ് പ്രൈസുമായിട്ട് മാച്ച് ചെയ്തിട്ട് ഒരു ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്തുന്നു. ആ പ്രൈസ് ആയിരിക്കും നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റിൻ്റെ ക്ലോസിംഗ് പ്രൈസ്. അടുത്തത് 4 മണി ആസ് യൂഷ്വൽ പോസ്റ്റ് ക്ലോസിംഗ് സെഷൻ. 2 തിങ്സ് നോട്ടിങ് ടു വർത്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് മേജർ നോക്കൂ. നോൺ എഫ് ആൻഡ് ഒ സ്റ്റോക്സ് ആർ അൺഅഫക്റ്റഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എഫ് ആൻഡ് ഒ സ്റ്റോക്സിൽ അല്ലാത്തതൊന്നും ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. അത് ആസ് യൂഷ്വൽ ഇപ്പോഴും എന്താണോ കണ്ടിന്യൂ ചെയ്ത് 3 to 3:30 വരെയുള്ള പ്രോസസ്സ്. ദർ കണ്ടിന്യൂസ് ട്രേഡിംഗ് സെഷൻ റൺസ് 3:30 PM ആസ് യൂഷ്വൽ ആൻഡ് ദർ ഇസ് നോ ദർ ക്ലോസ് ഈസ് സ്റ്റിൽ VWAP ബേസ്ഡ്. അതും പഴയമാതിരി തന്നെ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ബേസിസ്ഡാണ്. ലാസ്റ്റ് 30 minutes. ദ ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് നൗ റൺസ് സ്റ്റിൽ 3:40 PM. 3:40 വരെ ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഷൻ റൺ ആകും. പക്ഷെ നമുക്ക് ട്രേഡ് എക്സിക്യൂഷനും പാർട്ടൊക്കെ 3:30 വരെ ഉണ്ടാകത്തുള്ളൂ. അതിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദാറ്റ് വൺ. ക്ലോസിംഗ് പ്രൈസ് ഡിറ്റർമിനേഷൻ്റെ പ്രോസസ്സാണ് ഈ പറയുന്നതൊക്കെ. ഇത് നിങ്ങൾ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് എന്തിനു വേണ്ടിയിട്ട് ഒരുപാട് മാനിപ്പുലേഷൻസ്, വലിയ സ്മാർട്ട് മണീസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സൊക്കെ ഒത്തിരി ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസൊക്കെ, ഫ്രോഡുലൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി എന്താ പറയുക മാൽ പ്രാക്ടീസിങ് ആക്ഷൻസ്, അതും നമുക്ക് ലീഗലി വയബിൾ ആയിട്ടുള്ളതും അവരെ തടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് മാൽ പ്രാക്ടീസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രൈസിങ് സെഗ്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വിദഗ്ധരുടെ കാഴ്ചപ്പാട്. സോ നമ്മൾക്കും അതിനെ സ്വാഗതാർഹമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെയും വിലയിരുത്തൽ. നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. ഇപ്പം റെഗുലേറ്റർ പറയുന്ന പോലെയല്ലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. സോ അടുത്തെന്താണ്, ഹൗ ദ ക്ലോസിംഗ് പ്രൈസ് ആക്ച്വലി ഡിസ്കവേർഡ്, വാട്ട് ഈസ് ദി ഇക്വിലിബ്രിയം പ്രൈസ്. എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡ്യൂറിങ് ദ CAS ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ ദ എക്സ്ചേഞ്ച് ഡസ് നോട്ട് മാച്ച് ഓർഡേഴ്സ് 1 by 1. അതായത് ഇത്രയേ ഉള്ളൂ. ഈക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ ബൈ ഓർഡേഴ്സിൻ്റെയും എല്ലാ സെൽ ഓർഡേഴ്സിൻ്റെയും ടോട്ടലായിട്ട് എടുത്തിട്ട് അതിൽ ഏറ്റവും വലിയ എന്താണ് ഓർഡേഴ്സ്, അത് ഏത് സെല്ലായിക്കോട്ടെ ബൈ ആയിക്കോട്ടെ, അത് ഏത് പ്രൈസിലായിരുന്നുവോ ആ പ്രൈസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾക്ക് സ്ലോലി വായിക്കാം, 1 by 1 ആയിട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഈ ഒരു സെഗ്മെൻറ്റ്, ഈ ഒരു ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ സ്ക്രീനിൽ നിന്ന് വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. അതിൽ കയറി നിങ്ങളിത് വായിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ ലിങ്ക് തന്നെ നിങ്ങൾ AI-ലൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എനിക്ക് ഇതൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ AI ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പാകത്തിന് AI നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് തരും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ റെഫറൻസ് പ്രൈസ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ്. റെഫറൻസ് പ്രൈസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. 3-നും 3.25-നും ഇടയ്ക്കുള്ള ട്രേഡ് ചെയ്യപ്പെടുന്നതിൻ്റെ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ്, ടോട്ടൽ വോളിയം ബേസിസിലുള്ള ടോട്ടൽ ആവറേജ് പ്രൈസിനെ അത് എടുക്കുന്നതിനാണ് റെഫറൻസ് പ്രൈസ് എന്ന് പറയുന്നത്. അതാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങളത് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. ദെൻ കംസ് ടു വാട്ട് ഓർഡേഴ്സ് ക്യാൻ ആൻഡ് കനോട്ട് ബി പ്ലേസ്ഡ്. ഏതൊക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ലിമിറ്റ് ഓർഡേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഓർഡേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂപ്പർ ഓർഡേഴ്സ്, നമ്മൾ ധനിലുള്ള ഫെസിലിറ്റീസിലൊക്കെ സൂപ്പർ ഓർഡർ, പിന്നെ IOC ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ, ഇത്തരം ഓർഡേഴ്സൊക്കെ, അതായത് സ്റ്റോപ്പ് ലോസും സ്റ്റോപ്പ് ലിമിറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന ഓർഡേഴ്സ് ഒന്നും നമുക്ക് ഈ പീരിയഡിൽ 3:20-ക്കും 3:30-ക്കും ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സിമ്പിളായിട്ട് മനസ്സിലാക്കുക, 3:20-ക്കും 3:15-നും 3:20-ക്കും ഇടയിൽ നമുക്ക് ഒരു ഓർഡേഴ്സും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പകരം പ്രീവിയസ്ലി അതിന് മുന്നേ നിങ്ങൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓർഡേഴ്സ് അങ്ങനെ നിങ്ങൾക്ക് അത് അഫക്റ്റ് ചെയ്യത്തില്ല, അതൊന്നും ക്യാൻസലായി പോകത്തില്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ±3% ഓഫ് ദി എന്താ പറയുക റെഫറൻസ് പ്രൈസ്. അത് ബേസിസ് സിമ്പിൾ എത്ര നമുക്കറിയാലോ. ഇപ്പോൾ 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ 3% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 രൂപ അല്ലേ. 970-നും 1030-നും
മുകളിലാണ് ഒരു ബൈയോ സെല്ലോ കിടക്കുന്നുണ്ടെങ്കിൽ അത് ക്യാൻസലായി പോകും. അതിനുള്ളിലാണെങ്കിൽ അത് മാർക്കറ്റ് ആണെങ്കിലും ലിമിറ്റ് ആണെങ്കിലും അത് എന്താവും, തിരിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന ഇക്വിലിബ്രിയം പ്രൈസിലേക്ക് കൊണ്ടുവരാനുള്ള ഓർഡർ ഫോർമാറ്റിൽ അതവിടെ കിടക്കും. നിങ്ങൾക്കത് എക്സിക്യൂഷൻ നടക്കും എന്നുള്ളതാണ്. അതും ഇതിനകത്തൊരു വേറൊരു അഡ്വാൻറ്റേജാണ്. പലർക്കും നിങ്ങൾ ചില ഓർഡേഴ്സൊക്കെ നിങ്ങൾ പ്ലേസ് ചെയ്തിട്ടേക്കാം, പക്ഷേ ഓർഡർ പ്ലേസ് ആകാതെ ലാസ്റ്റ് ഈവനിങ് ആകുമ്പോഴേക്കും മാർക്കറ്റ് ക്ലോസ് ആയി പോകുന്നൊരു കണ്ടീഷൻ ഉണ്ടാവും ഇല്ലേ. ഇത് ഇവിടെ ഇനി മുതൽ ഈ പറയുന്ന കണ്ടീഷനുള്ളിൽ +3 or -3% നിങ്ങളുടെ ഒരു ഏതെങ്കിലും ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്തായിട്ട് മാറും, അത് ഓർഡർ എക്സിക്യൂഷനിലേക്ക് മാറിയിരിക്കും. ദാറ്റ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഫോർ എവറി ട്രേഡർ. അതൊരു പോയിൻ്റാണ്. പ്രൊവൈഡഡ് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ ചിലപ്പോൾ വരില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഏക ന്യൂനത. അതിനകത്ത് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ GTT പോലുള്ള ഓർഡേഴ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ട്രിഗർ ആവത്തില്ല. ഒൺലി ലിമിറ്റ് ഓർഡർ അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡറിലാണെങ്കിൽ അത് ട്രിഗർ ആവും. സോ ഹൗ ഡു ഓർഡേഴ്സ് ഗെറ്റ് മാച്ചിങ് ഡ്യൂറിങ് സ്കാസ്? അതെന്താണ്, ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിൽ എങ്ങനെയാണ് മാച്ച് ചെയ്യപ്പെടുന്നതെന്നൊന്ന് നോക്കൂ, വായിച്ചു നോക്കൂ. ഓർഡർ മാച്ചിങ് ആൻഡ് ട്രേഡ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ഇൻ 3:30 to 3. ഈ 3:15 മുതൽ 3:30 വരെയുള്ള പ്രോസസ്സിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? പലതരത്തിലുള്ള ഓർഡേഴ്സ് നമ്മൾ അതിന് റിജക്റ്റ് ചെയ്യപ്പെടുന്നതിന് റിജക്റ്റ് ചെയ്യപ്പെടുക, അക്സെപ്റ്റ് ചെയ്യേണ്ടതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഏത് മെത്തേഡ് അതിൻ്റെ പ്രോസസ്സായിരിക്കും നടക്കുക. അവിടെ ഒരിക്കലും കൺക്ലൂഷൻ വരില്ല. കൺക്ലൂഷൻ വരുന്നത് എവിടെയാണ്? ഫൈനൽ ക്ലോസിംഗ് പ്രൈസ് നടക്കുന്ന പ്രോസസ്സ്, അതായത് CAS ക്ലോസിംഗ് ഓപ്ഷൻ പ്രൈസിൻ്റെ ഫൈനൽ സെഷൻ വരുന്ന എവിടെയാണ്? 3:30 to 3:15. ആ സമയത്തേക്ക് പിന്നെ നമുക്ക് പുതിയ ഫ്രഷ് ഓർഡേഴ്സ് ഒന്നും പോകത്തില്ല. പകരം എന്താ നടക്കുന്നത്? അവിടെയാണ് എന്താ സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയം പ്രൈസ് ഉണ്ടാകുന്നത്. ഫോർ മാച്ചിങ് ഓർഡേഴ്സ് are given priority over limit orders. Okay, market orders are given market orders are given for limit orders എന്ന് പറയാൻ കാരണം എന്താണ്? ലിമിറ്റ് ഓർഡേഴ്സ് നാച്ചുറലി ആ സമയത്ത് എന്തായിട്ട് കൺവേർട്ട് ആകും? ഈ പറയുന്ന ഇക്വിലിബ്രിയം മാർക്കറ്റിലേക്ക് അത് കൺവേർട്ട്, ലിമിറ്റ് ഓർഡേഴ്സ് എല്ലാം മാർക്കറ്റ് ഓർഡറിലേക്ക് കൺവേർട്ട് ആകും. മാർക്കറ്റ് ഓർഡേഴ്സിന് പ്രയോറിറ്റി കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്കും ഓർഡർ ട്രേഡിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ഓർഡർ കൊടുക്കണം എന്നർത്ഥം. ഓക്കെ, ഈ ലിമിറ്റ് ഓർഡർ കൊടുത്തു കളയരുത്. ദി മാച്ചിങ് സീക്വൻസ് റൺസ് ആസ് ഫോളോസ്. മാർക്കറ്റ് ഓർഡേഴ്സ് മാച്ച് അഗൻസ്റ്റ് മാർക്കറ്റ് ഓർഡേഴ്സ്. മാർക്കറ്റ് ഓർഡർ ഏതുമായിട്ട് മാച്ച് ആകും? മാർക്കറ്റ് ഓർഡേഴ്സുമായിട്ട് മാത്രമേ മാച്ച് ആകത്തുള്ളൂ. ദെൻ ഇൻ ടൈം പ്രയോറിറ്റി അറ്റ് ദി ഇക്വിലിബ്രിയം പ്രൈസ്. ആ ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോയിന്റ്, ഇക്വിലിബ്രിയം പ്രൈസ് ഏതാണ് നിശ്ചയിക്കപ്പെടുന്നതോ ആ പ്രൈസിലേക്ക് മാർക്കറ്റ് ഓർഡർ കൺവേർട്ട് ആയിട്ട് നിങ്ങളുടെ ലിമിറ്റ് ഓർഡറും അത് ഓൾറെഡി ആദ്യമേ കൺവേർട്ട് ആവും. ലാസ്റ്റ് നിമിഷം നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഇക്വിലിബ്രിയം പ്രൈസ് ആയിട്ടുള്ള ക്ലോസിംഗ് പ്രൈസിലേക്ക് വന്ന് കൺവേർട്ട് ആയിട്ട് അതായിരിക്കും നിങ്ങളുടെ പ്രൈസ് എന്ന് വരിക. ഇനി ലെഫ്റ്റ് ഓവർ മാർക്കറ്റ് ഓർഡേഴ്സ് മാച്ച് അഗൻസ്റ്റ് ലിമിറ്റ് ഓർഡേഴ്സ് ഇൻ പ്രൈസ് ടൈം പീരിയഡ്. ആ ടൈമിൽ എന്തായിട്ട് മാറും? അത് തിരിച്ച് മാർക്കറ്റ് ഓർഡറിലേക്ക് കൺവേർട്ട് ആവും. റിമൈനിങ് ലിമിറ്റ് ഓർഡേഴ്സ് മാച്ച് അഗൻസ്റ്റ് ലിമിറ്റ് ഓർഡേഴ്സ് ഇൻ പ്രൈസ് ടൈം. അതായത് ലിമിറ്റ് ഓർഡേഴ്സ് ഏതെങ്കിലും മിച്ചം കിടപ്പുള്ളത് തിരിച്ച് ഇതെല്ലാം എവിടെ വന്ന് ചേരുന്നു? ഈ പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് പ്രൈസിൽ വന്ന് ചേരുന്നു. ദാറ്റ്സ് ഇറ്റ്. വാട്ട് ആക്ച്വലി ചേഞ്ചസ് ഇൻ F&O ഡെറിവേറ്റീവ് സെഷൻസ് നോക്കൂ. എക്സ്റ്റെൻഡഡ് അവേഴ്സ് ഡെറിവേറ്റീവ് സെക്ഷനിൽ എക്സ്റ്റെൻഡഡ് അവേഴ്സ് 3:40 വരെ പോകുന്നു ക്ലോസിംഗ് ടൈം എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ട്രേഡിംഗ് ടൈം അല്ല, ക്ലോസിംഗ് ടൈം വരുന്നു. പിന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് പ്രൈസ് ബാൻഡ് റെസ്റ്റ് അതെന്ന് പറയുന്നത് എത്രയാണ്? +or-3%. ഞാൻ പറഞ്ഞു 3:15 3:40 ഇടയിലുള്ള സമയത്തിൽ നമ്മുടെ പ്രൈസ് ബാൻഡ് റെഫറൻസ് പ്രൈസിൽ നിന്നും 3% മാത്രമേ അപ്പ് ആൻഡ് ഡൗണിൻ്റെ ഒരു വേരിയേഷൻ വരാൻ സാധ്യതയുള്ളൂ. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമുക്ക് കേട്ടോ. അത് പ്രൈസിന് വേണ്ടി മാത്രമല്ല, ഇതും നമുക്കൊരു ഗുണകരമായിട്ടുള്ള ക്ലോസിംഗ് പ്രൈസിൽ നിന്നും ചിലതൊക്കെ നമ്മൾ ക്ലോസിംഗിന് ശേഷം ഒരുപാട് വോളിയം വെയിറ്റഡ് ആവറേജ് പ്രൈസ് കാരണം പിറ്റേ ദിവസം ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലൊക്കെ ആയിരിക്കും. അതൊന്നും ഇനി സംഭവിക്കാൻ പോകുന്നില്ല. ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗണിൽ സംഭവിക്കാനും പോകുന്നില്ല. കൃത്യമായിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ മാത്രമേ അത് ഓപ്പൺ ആകത്തുള്ളൂ എന്നുള്ളതാണ് അടുത്തൊരു സവിശേഷത. ഡൈനാമിക് പ്രൈസ് ബാൻഡ് ഫ്ലെക്സിംഗ് പോസ്റ്റ്. നോക്കൂ, അത് പോസ് ചെയ്തു എന്നർത്ഥം. ദ യൂഷ്വൽ ഡൈനാമിക് ഫ്ലെക്സിംഗ് ഓഫ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് പ്രൈസ് ബാൻഡ്സ് ഡസ് നോട്ട് ഓപ്പറേറ്റ് ബിറ്റ്വീൻ 3:15 and 3:40. ആസ് എ റിസൾട്ട്, ദ ലാസ്റ്റ് അവേഴ്സ് ഓഫ് കണ്ടിന്യൂസ് ട്രേഡിംഗ് for flexing purposes is treated as 2:45 to 3:50. Naturally 3 മുതൽ 3:15 എന്ന് പറയുന്നത് 2:45 മണി മുതൽ 3:15 വരെയുള്ള അരമണിക്കൂർ സമയത്തിനെയാണ് പിന്നെ എന്തായിട്ട് മാറ്റുക? അത് റെഫറൻസ് പോയിന്റിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻസ് അൺചേഞ്ച്ഡ്. ദർ ഇസ് നോ ചേഞ്ച് ടു ദി ഓപ്ഷൻ പ്രൈസ് ബാൻഡ്. പ്രൈസിനോ ഓപ്ഷൻസിൻ്റെ പ്രൈസിങ്ങിനോ അതിനൊന്നും ഒരു ചേഞ്ചസും വരില്ല. ലിമിറ്റ് പ്രൈസ് പ്രൊട്ടക്ഷൻ LPP മെത്തഡോളജി ത്രൂ ദ ഡേ ഇൻക്ലൂഡിങ് CAs. അതിൻ്റെ ഡ്യൂറിങ്
CAs ആ സമയത്തൊന്നും വേറെ യാതൊരു തരത്തിലുള്ള ഓപ്ഷൻസിൽ യാതൊരു തരത്തിലുള്ള പ്രൈസിങ്ങിൻ്റെ മോഡ്യൂൾസിലോ ചേഞ്ചസിലോ ഒന്നും യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഡെറിവേറ്റീവ്സ് ക്ലോസിംഗ് പ്രൈസ്, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ക്ലോസിംഗ് പ്രൈസ് കണ്ടിന്യൂസ് ടു ഫോളോ ദി എക്സിസ്റ്റിംഗ് മെത്തേഡ്, ദാറ്റ് ഈസ് VWAP ഓഫ് ദി ലാസ്റ്റ് അവർ ഫ്രം 310 to 340. പഴയ ചേഞ്ചിൽ നിന്നും ഈ രീതിയിലുള്ള ചേഞ്ചാണ്. ഏതാണ് ഡെറിവേറ്റീവ് ക്ലോസിംഗ് പ്രൈസ് മുന്നേ ഉണ്ടായിരുന്ന 310 to 340 വരെയുള്ള ഒരു സെഷൻ പീരീഡിലേക്ക് അത് കൺവേർട്ടായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് നടക്കുന്ന കെമിസ്ട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻ ദ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് പ്രൈസ്ഡ് outside the revised ±3% band and are cancelled when the band is reset. ഓക്കെ, സോ അതും അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഓർഡേഴ്സ് അതാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഈ ±3ൻ്റെ മുകളിൽ കിടന്ന താഴെയുള്ള വേറെ ഏതൊക്കെ ഓർഡർ ഉണ്ടോ അതൊന്നും എക്സിക്യൂട്ട് ആവാണ്ട് ക്യാൻസലായി പോകുമെന്നുള്ളതാണ്. ഇതൊക്കെ വലിയ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും. റീറ്റെയിലേഴ്സ് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഗുണം ചെയ്യുമെന്നൊന്നും പറയാറായിട്ടില്ല. ഗുണം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഒരുപാട് മാനിപ്പുലേഷൻസ് ഒക്കെ ഇത് പ്രിവെൻഷനിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇനി ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ വലിയ ചേഞ്ചസ് ഒന്നും നമ്മൾ കാണാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഡീപ്പായിട്ട് നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റേതായിട്ടുള്ള ഇൻഫ്ലുവൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്ലോലി. ദെൻ ഇൻട്രാഡേ ആൻഡ് MIS പൊസിഷൻസ് നോക്കൂ. ഇൻട്രാഡേ ക്ലോസിംഗ് മുന്നേയൊക്കെ 3:20 ആയിരുന്നു. ഇപ്പോൾ അത് 3:10 ആകുമ്പോൾ ഓഗസ്റ്റ് 3-ാം തീയതി മുതൽ 3:10 ഇൻട്രാഡേ പൊസിഷൻസ് എല്ലാം ക്ലോസ് ആകും. ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ 3:25 ക്ലോസ് ആകും. ഞാൻ പറഞ്ഞു 3:15 3:20 ഇടയ്ക്കുള്ള ടൈം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു 5 minutes ടൈം ഉണ്ടല്ലോ നമുക്ക് ട്രേഡബിൾ ടൈം, അതും കൂടി എടുത്തിട്ട് മാത്രമേ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്സ് ക്ലോസ് ആകത്തുള്ളൂ. ഡെറിവേറ്റീവ് 3:25 ഇൻട്രാഡേ 3:10 ക്ലോസ് ആകും, ഓർത്ത് വെച്ചോളൂ. ദെൻ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ മേജർ ചേഞ്ചസ്. പിന്നെ ഞാൻ ഈ ഡോക്യുമെൻ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കൂ. മേജർ ചേഞ്ചാണ്, പക്ഷേ നമ്മൾ മൈനറായിട്ടുള്ള എഫക്റ്റ് മാത്രമേ നോക്കിയാൽ പ്രത്യക്ഷത്തിലൊന്നും അറിയാൻ സാധിക്കത്തില്ല. എസ്പെഷ്യലി F&O ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ചേഞ്ച് വരുന്നത്. ഇക്വിറ്റി ട്രേഡേഴ്സ്, ലോങ് ടേം ട്രേഡേഴ്സ്, അത് F&O ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ, അതിലുള്ള സ്റ്റോക്സിൽ ഏതോ ആയിക്കോട്ടെ, അവർക്കൊക്കെ F&O സെഷനിലുള്ള ഈ ഇക്വിറ്റീസിനെയും ബാധിക്കുന്ന വിഷയമാണ് കേട്ടോ. അതായത് ഇപ്പോൾ റിലയൻസ് എടുത്തോളൂ, അല്ലെങ്കിൽ വിപ്രോ, നിങ്ങൾ ഈ പറയുന്ന ബ്ലൂ ചിപ്പ് കമ്പനീസ് എല്ലാം F&Oയിലുള്ളതാണല്ലോ. ആ സ്റ്റോക്സിനൊക്കെ ഇത് ബാധകം തന്നെയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ലോങ് ടേം 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് 5 വർഷത്തേക്കൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നവർ ഇതിനെപ്പറ്റിയൊന്നും ബോധേടെ ആവേണ്ട കാര്യമില്ല. ദാറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ് യുവർ ലോങ് ടേം ജേർണി ആയിട്ട് ഇത് യാതൊരു ബന്ധമില്ല. ഇൻട്രാഡേ അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇതിൻ്റെ F&O സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നവർക്ക് ഉള്ള വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതും വലിയ ട്രേഡേഴ്സിനാണ് നല്ല രീതിയിൽ പണി കിട്ടാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവുക. നമ്മളിപ്പോൾ ഉള്ളവർക്ക് അതും വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ആസ് യൂഷ്വലി അത് തന്നെ പോകും. എന്നാലും ദിസ് ഈസ് ദി ഫൈനൽ വൺ. ഇഫ് യു വാണ്ട് യു ക്യാൻ റീഡ് മോർ ഓർ എക്സ്പ്ലോർ മോർ. വേറെയും വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പരമാവധി എക്സ്പ്ലനേഷൻസ് അതിലൂടെ തരാൻ ശ്രമിക്കാം. ഓക്കെ, വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.